ആസിഡ് ടെസ്റ്റ് എന്ന ഉപയോഗം 19-ാം നൂറ്റാണ്ടിലാണ് നിലവിൽ വന്നത്. അന്ന് ഒത്തിരി സ്വർണശേഖരങ്ങൾ കണ്ടെത്തിയ സമയമാണ്. ശുദ്ധ സ്വർണത്തിൻ്റെ കൂടെ വ്യാജ ലോഹങ്ങളും സ്വർണമെന്ന വ്യാജേന പ്രചരിക്കുവാൻ തുടങ്ങി. നല്ലതാണോ വ്യാജമാണോ എന്ന് തിരിച്ചറിയുവാൻ അതിൻ്റെ പുറത്ത് ഒരു തുള്ളി നൈട്രിക് ആസിഡ് ഒഴിച്ചു കൊടുക്കും. യഥാർത്ഥ സ്വർണമെങ്കിൽ അതിനൊരു കേടും സംഭവിക്കില്ല. മറ്റ് ലോഹമാണെങ്കിൽ അത് അന്നേരമേ അലിഞ്ഞു പോകും, അതില്ലാതെ ആകും. ആസിഡ് ടെസ്റ്റ് എന്ന ഉപയോഗം വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ട ഏത് ദൗത്യത്തിനും ഉപയോഗിക്കുവാൻ തുടങ്ങി. വിപണിയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും മറ്റ് അനേകം മേഖലകളിലും ആസിഡ് ടെസ്റ്റ് എന്ന ഒരു ഉപയോഗം ഇന്നും നിലനിൽക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഒരു ആസിഡ് ടെസ്റ്റിലൂടെ, ഒരു വിശ്വാസത്തിൻ്റെ തീച്ചൂളയിലൂടെ സഞ്ചരിക്കേണ്ടതായുണ്ട്. അത് നമ്മെ തകർക്കുവാനല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെയും ആധികാരികതയെയും അളക്കുവാനുള്ളതാണ്. മറ്റാർക്കും ഇല്ലാത്ത അനേകം പരിശോധനയിലൂടെ കടന്നുപോയിട്ടും ഇന്ന് നാം വിശ്വസിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെയാണ്, അതിലേറെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെയാണ്. നാം യഥാർത്ഥ ദൈവ പൈതലാണെന്ന് തെളിയുവാൻ ഒരു പരീക്ഷ കൂടിയേ തീരൂ. അനേകർ ഈ പരിശോധനയിൽ ഇല്ലാതെ ആയിട്ടുണ്ട്. അവർ ദൈവത്തെ അല്ല മുറുകെ പിടിച്ചത്, മറിച്ച് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെയാണ്. അനുഗ്രഹവും ആളുകളും ആരോഗ്യവും നഷ്ടമായപ്പോൾ അവരുടെ വിശ്വാസവും പോയി. നാം തീയിലൂടെ കടക്കുമ്പോൾ മറ്റുള്ളവർ പറയും, അവൾ ഇനി എഴുന്നേൽക്കില്ലെന്ന്, അവൾക്കൊരു ഭാവി ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുവാൻ തുടങ്ങും. കൂടെ നിൽക്കുന്നവരും പറയും, ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കുവാൻ. എല്ലാം തീർന്നു എന്ന് ലോകം വിധി എഴുതുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതി ദർശിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. പരീക്ഷയിലൂടെ അവർ വിജയത്തോടെ പുറത്തു വരുന്നു. അധികം ശോഭയോടെ അവർ അതിജീവിക്കുന്നു. അവരുടെ എല്ലാ കിട്ടവും പ്രകൃതിയാലുള്ള മാലിന്യങ്ങളും അവരിൽ നിന്ന് മാറുന്നു. അവർ കൂടുതൽ മാറ്റോടെയും തിളക്കത്തോടെയും വെളിയിൽ വരുന്നു. അവരുടെ വില കുറയുകയും മൂല്യം നഷ്ടമാകുകയുമല്ല ചെയ്യുന്നത്. അവരുടെ പരിശോധന അവരെ വിലയേറിയവരും ശ്രേഷ്ഠരും വിശ്വാസവീരന്മാരുമാക്കുന്നു. ഒരു ശോധനയിലൂടെ താങ്കൾ കടന്നു പോകുന്നുവോ? പതറാതെ ദൈവകൃപയ്ക്കു വേണ്ടി അപേക്ഷിക്കൂ. നാം ആരാണ് എന്നതിനേക്കാളും നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന്, ദൈവം എത്ര വലിയവനാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയട്ടെ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ അങ്ങ് ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. അങ്ങ് മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. എങ്കിലും അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു.